സങ്കീർത്തനങ്ങൾ 37 എടുത്ത് സാറ Psalms 37. ആദ്യമായിട്ട് വായിച്ചു. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവിനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. എളിവിനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെ ഉള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയിലായിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു, തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്ക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു, അവർ അവനിൽ ആശ്രയിക്കുകൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഫുൾ അങ്ങ് വായിപ്പിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 പേരെ കുറിച്ച് ദൈവത്തിന് ആത്മാവിടെ പറയുന്നു. ഹല്ലേലൂയ. ദാവീദ് സങ്കീർത്തനത്തിൽ ഒന്ന് നീതിമാനും ഒന്ന് ദുഷ്ടനും. നീതിമാൻ എങ്ങനെയായിരിക്കും, ദുഷ്ടൻ എങ്ങനെയായിരിക്കുമെന്നും ഹാലേലിയ ആദ്യം തുടങ്ങി അവസാനം വരെ പറയുന്നുണ്ട്. ഫുള്ള് വായിച്ചേ കേട്ടെന്ന് ചോദിച്ചാൽ, കാരണം വായിച്ചു കേട്ടാൽ തന്നെ സങ്കീർത്തനം ഞാൻ പറയുന്നത് നമുക്ക് ആശ്വാസം. ഹാലേലിയ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എഴുതിയേക്കുന്ന ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് അത്രയും വായിച്ചത്. ഹാലേലിയ. അപ്പൊ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷികന്, നീതികേട് ചെയ്യുന്നവരെ അസൂയപ്പെടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പലപ്പോഴും വരുന്ന പ്രശ്നമാണല്ലേ, അവരങ്ങനെ നടന്നിട്ട് ഇവരിങ്ങനെ നടത്തി അവർക്കൊരു കുഴപ്പവും ഇല്ല. ഹാലേലിയ ദൈവമേ. പക്ഷെ ഇവിടെ നമുക്കാണെങ്കിൽ എപ്പോഴും ഞെരുക്കമാണ്, കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും വരണം. പല സങ്കീർത്തനത്തിലും ഇതിനെക്കുറിച്ച് പറയുന്ന അവരെ നോക്കി നമ്മൾ ഹാലേലിയ വിഷമിക്കുന്നത്
ഒക്കെ ഇതെല്ലാം പറയുന്നുണ്ട് ഹാലേലിയ. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന അവ പൂച്ചെടി പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്ന ഹാലേലിയ. അവരിങ്ങനെ പൊങ്ങി വരും, വാടിപ്പോകും എന്ന് പറയുന്ന ഹാല എന്ന് വെച്ചാൽ അവർക്ക് ജീവിതം, അവർക്ക് നിത്യജീവനില്ല. അവർ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയത്തുള്ള ഒരു ജീവിതമേ അവർക്കുള്ളു ഹാല്. പിന്നീട് ഹാല് നമ്മൾ പറയുന്ന പോലെ അവർക്കൊരു ജീവിതമില്ല ഹാലിൽ. അവര് ഇവിടെ തന്നെ വാടിപ്പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ നോക്കിയിട്ട് നമ്മൾ ഹാലേലിയ വിഷമിക്കുക, ദുഃഖിക്കുക, പ്രയാസപ്പെടുന്ന ചെയ്യേണ്ട കാര്യമില്ല ഹാലേലിയ. അപ്പൊ അടുത്ത പറയുന്നത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നമ്മൾ നീതിമാന്മാരായിരിക്കും എങ്ങനെയായിരിക്കും? അപ്പൊ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ യഹോവയുടെ വചനത്തിൽ തന്നെ, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നമ്മളുടെ സന്തോഷം എപ്പോഴും ദൈവവചനത്തിലായിരിക്കണം. മറ്റുള്ളവർ പല ലോകകാര്യങ്ങൾ സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ പറഞ്ഞു ഹാലേലിയ അമ്മേ, പലരും ചോദിക്കുക, സോണിപത് ഒരിക്കൽ ഞാനും സോണിപത് സംസാരിക്കുമ്പോൾ അവിടെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, വിശ്വാസത്തിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് വേണ്ടേ ബ്രദർ, ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേന്ന് ചോദിക്കും ഹാലേലി. അപ്പൊ ഞാൻ അന്നേരം പറയണ്ടായി, ഞാൻ പറഞ്ഞു ഹാലയില് അവരിപ്പോ ഒരു പാർട്ടിക്ക് പോയിട്ടോ, ഒരു ബീച്ചിൽ പോയി, പാർക്കിൽ പോയി, അല്ലെങ്കിൽ മറ്റെന്ത് എന്റർടൈൻമെന്റ് പോയിട്ട് കിട്ടാത്തൊരു സന്തോഷം നമുക്ക് കിട്ടും എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ഈ വചനം വായിച്ചോണ്ട് വചനത്തിന്റെ പുതിയ റെവലേഷൻ നമുക്ക് കിട്ടും. നോക്കട്ടെ, നമ്മൾ വായിച്ച ദൈവാത്മ പുതിയ റെവലേഷൻ തന്നാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം പറയാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷം നമുക്ക് പുതിയ റെവലേഷനൊക്കെ ഇങ്ങനെ ആ വെളിപ്പാടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പ്രാപിച്ചെടുക്കുമ്പോഴത്തേക്ക് ഹാലൂയ. അപ്പൊ അത് വരുമ്പോഴുള്ള സന്തോഷം അറിയണമെങ്കിൽ അത് കിട്ടി അതിനകത്ത് രസിക്കാൻ നമുക്ക് അറിയണം ഹാലിൽ. അപ്പം ലോകപരമായിട്ട് എല്ലാ സന്തോഷത്തെക്കാട്ടി സന്തോഷം തരുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഹാലൂയ. അതേപോലെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അപ്പൊ ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം, അതുപോലെ നമ്മുടെ സാന്നിധ്യത്തിലൊക്കെ ഇരിക്കുന്ന സമയത്തുള്ള സന്തോഷം ഹാലൂയ. നമുക്ക് ചുറ്റുപാട് എംറ്റി ആയിരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല കയ്യിൽ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം ബന്ധം കൊണ്ട് നിറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷം നമുക്ക് ഹാലില്. കാരണം വെച്ച് കഴിഞ്ഞാല് ആ സാന്നിധ്യത്തിലും ആ വചനത്തിലും ഒക്കെ നമുക്ക് നമ്മുടെ ദൈവത്തെ രസിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല. മറ്റുള്ളതൊക്കെ നൈമിഷികമാണ്. ഒരാൾ കള്ളു കുടിക്കാൻ പോകുന്ന ആള് കള്ളു കുടിക്കുന്ന സമയത്ത് അവന് സന്തോഷം, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അവൻ പഴയത് തന്നെയാണ്, അല്ലേ? ഒരാൾ മറ്റെന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് പോകുന്നവർക്ക് നമുക്ക് മനസ്സിലാവും അത് ആ ഒരു നിമിഷത്തേക്ക്, ആ ഒരു ചില സമയത്തേക്ക് മാത്രം നിൽക്കുന്ന സന്തോഷമാണ്. പക്ഷെ അത് കഴിയുമ്പോൾ അതിനെ ഓർത്ത് പല ആൾക്കാർക്കും ദുഃഖമായിരിക്കും. കാരണം അവർക്ക് അറിയാം ഇത് ഹാലേലിയ പാപമാണ് എന്ന്. ഹാലേലിയ പാപപരമായ ഒരു കാര്യം ചെയ്തിട്ട് സന്തോഷം ലഭിക്കുന്നവർക്ക് ആ സന്തോഷം നിലനിൽക്കത്തില്ല. പക്ഷെ നമ്മുടെ സന്തോഷം എപ്പോഴും നിലനിൽക്കുന്നത് കാരണം നമ്മൾ സന്തോഷിക്കുന്നത് ദൈവത്തിൽ തന്നെയാണ് സന്തോഷിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക്. അപ്പൊ നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ കാര്യമല്ല, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ രസിച്ചു കൊള്ളുകയാണെങ്കിൽ നമുക്ക് എന്തെന്നറിയാം, ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയം എന്താണ്. അവിടുത്തെ ആഗ്രഹം എന്താണ് ദൈവത്തിന് അറിയാം. ഹാലൂയ. അപ്പൊ ദുഷ്ടനല്ല നമ്മളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ജഡമല്ല നമ്മളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ വചനത്തിൽ നമ്മൾ സന്തോഷിക്കണം, വചനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളും വരുത്തുള്ളൂ. ഹാലൂയ. അപ്പൊ അത് നമുക്ക് ദൈവം തീരുമെന്ന് പറയാം. അടുത്ത് പറയുന്ന അവൻ നിന്റെ വഴി യഹോവയെ പരമേൽക്കുക, അവരിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കാം. സ്തോത്രം. ലോകക്കാരെപ്പോഴും അവര് സ്വന്തം വഴി, സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ വഴി എന്ന് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കണം. ഹാലൂയ. നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കില്ല. കർത്താവേ നിന്റെ ഹിതം മതി, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം മതി, അല്ല നീ പറയുന്നിടത്ത് പോയാൽ മതി, നീ പറയുന്ന കേട്ട് അനുസരിച്ച് നടന്നാൽ മതി എന്ന് നമ്മുടെ ഹാലൂയ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ ആഗ്രഹം. കാരണം എപ്പോഴും ഞാൻ പറയാം, ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാമെങ്കിൽ, നമ്മളെ തന്നെ അങ്ങ് കൊടുക്കാമെങ്കിൽ ദൈവം ചെയ്യുന്നൊക്കെ നന്മയായിരിക്കും സിസ്റ്റർ. അതിനകത്ത് ഒരു തിന്മയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഭവിക്കത്തില്ല. നമുക്ക് ചിലതൊക്കെ കാണും, അയ്യോ ദൈവം എന്താ ഇങ്ങനെ, ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത്, നിന്റെ ആഗ്രഹങ്ങളല്ല എൻ്റെ ആഗ്രഹം, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. നമ്മുടെ വിചാരങ്ങൾ എപ്പോഴും ഭൂമിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്, അല്ലേ? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. പക്ഷെ ദൈവത്തിന്റെ വിചാരങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കുന്നത്. കാരണം എൻ്റെ ദൈവം ഉന്നതനായതുകൊണ്ടും ഹാലേലിയ. സ്വർഗത്തിൽ രാജാതിരാജൻ കർത്താവ് ഇരിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വിചാരങ്ങൾ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമാണ്.
ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ വിചാരങ്ങളല്ലേ എപ്പോഴും നല്ലത്? എപ്പോഴും ദൈവത്തിന്റെ വിചാരങ്ങൾ തന്നെ, ദൈവം ചെയ്യുന്നതാണ് തന്നെയാ നല്ലത്. ഹാലേലിയ. അപ്പൊ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ, സകല നമ്മുടെ വിചാരങ്ങളെല്ലാം നമ്മൾ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മുടെ എല്ലാ വഴിയും എല്ലാം ദൈവത്തിൽ തന്നെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ, അവൻ അത് നിർവഹിക്കും. കാരണം നമ്മുടെ ദൈവം നിവർത്തിപ്പാൻ ശക്തനായ ദൈവം, അരുളി ചെയ്താൽ മാത്രമല്ല, അരുളി ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമായതുകൊണ്ട് ഹാലേലിയ, നമുക്ക് പലപ്പോഴും തോന്നും ദൈവം ഇതെങ്ങനെ സംഭവിക്കും. മറിയ ചോദിച്ചു കണക്ക്, ഞാനൊരു പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് പറഞ്ഞ പോലെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും ദൈവം ഇതെങ്ങനെ സംഭവിക്കും. ഹാലേലിയ. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹാലേലിയ. ഒരു വാക്കിനാൽ കാണുന്ന സകലത്തിൽ ഉളവാക്കിയെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലം ഉണ്ടായെങ്കിൽ ദൈവത്തിന് ഒരു വാക്കും നമ്മുടെ ജീവിതം മാറും. നമ്മൾ പലപ്പോഴും ചോദിച്ചത് ദൈവമേ എങ്ങനെ സംഭവിക്കും, ഇത് എവിടെ നിന്ന് വരും, എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം, ഇത് നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവിശ്വാസം എന്ന ദുഷ്ടകൃത്യം നിങ്ങൾക്ക് ആരിലും ഉണ്ടാകരുതാണ്. കാരണം അവിശ്വാസത്തെ കുറിച്ച് പറയുന്നത് ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഹൃദയമാണെങ്കിൽ അവിടെ വിശ്വാസം ഉണ്ടാകും. നമ്മുടെ ദൈവം ആരെന്നും നമ്മളെ വിളിച്ചത് എന്തെന്നും നമ്മുടെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുമുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകും. അതാണ് നമ്മുടെ നല്ല ഹൃദയത്തെ കുറിച്ച് പറയുന്നത്. പറ്റിയതിനെ കുറിച്ച് പറയുന്നത് ദുഷ്ടഹൃദയത്തെ എപ്പോഴും അവിശ്വാസമായിരിക്കും. കാരണം ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ഇടയാക്കി കൊടുക്കല്ലേ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പല ചിന്തകളും പൊങ്ങി വരുന്ന സമയത്ത് തന്നെ എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കണം. ദൈവത്തിൽ തന്നെ നമ്മുടെ സകല വഴി പരമേൽപ്പിച്ചാൽ അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഇപ്പൊ തന്നെ ഒരു രോഗമുണ്ട്. ആമേൻ. ആ രോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കണം ഫസ്റ്റ്, അല്ലേ? ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ വിശ്വാസത്തിന്റെ കൂടെ ഈ പ്രാർത്ഥനയും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? അവിടെ അത്ഭുതം സംഭവിക്കുന്നു. നമുക്ക് എപ്പോഴും മനസ്സിൽ ഡൗട്ടാണ്. വിശ്വാസമാണെങ്കിൽ നമ്മളിലേക്ക് എത്ര വലിയ പ്രാർത്ഥന വന്നാലും അത് നമുക്ക് ഫലിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ അന്മളുടെ കാര്യം തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ അസുഖം വന്നാലും ഞാൻ പ്രാർത്ഥിച്ചാൽ ഓൾമോസ്റ്റ് ഒക്കെ മാറും. പിന്നെ ഇല്ലെങ്കിൽ അവർക്ക് വിജയപാസം ഒന്നും പ്രാർത്ഥിക്കാൻ കൊണ്ട് ചെയ്യാൻ കംപ്ലീറ്റ്ലി എന്ത് കാര്യമാണെങ്കിലും അവിടെ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ പലപ്പോഴും ചിലതൊക്കെ പറയുമ്പോൾ അവിടെ മോനും പാസ്റ്റങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നു പറയുമ്പോൾ കാരണം അപ്പോൾ വേണ്ട അമ്മ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥന ആയിട്ടല്ല, അത് സാക്ഷാൽ പരിശുദ്ധാത്മാവിടെ പരിവർത്തി, അല്ലെ ദൈവത്തിന്റെ വാക്കായിട്ടോ ദൈവത്തിന്റെ വചനമായിട്ടോ ആ വിശ്വാസം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ അവിടെ ചലിക്കും. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പറഞ്ഞേ. ആ വിശ്വാസം എവിടെയാ? പുറത്തുനിന്ന് എന്നിൽ നല്ല വരെ പ്രാർത്ഥിക്കുന്ന വ്യക്തി നല്ല വരേണ്ടത്. വിശ്വസിക്കുന്നവർക്കുണ്ട് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. അതെവിടെയാ? നമ്മുടെ ഓരോരുത്തർ മൺകൂടാരങ്ങളിലിരിക്കുന്ന ആ ശക്തി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുമ്പോഴും ദൈവത്തിൽ തന്നെ സകലം പരമേൽപ്പിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം എപ്പോഴും അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം. അതില് അളവ് മാത്രമല്ല, അതിലും വിശുദ്ധി ഉണ്ടാകണം ആ വിശ്വാസത്തിൽ. ഹല്ലേലൂയ. അപ്പം അപ്പൊ നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിന്റെ വചനം അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം കേടിനെ പറയുന്ന ദുഷ്ടഹൃദയം എന്നാണ്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. അപ്പൊ ഇത് രണ്ടും തിരിച്ചറിയണം നമ്മുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ദൈവം അത് ചെയ്യുമെന്ന്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് അവരുടെ പ്രാർത്ഥനയൊക്കെ. കാരണം അവരുടെ യേശുവപ്പാടെ കയ്യിലോട്ടൊരു കാര്യം പറഞ്ഞാൽ യേശുവപ്പ അത് ചെയ്തു തരും. ഹല്ലേലൂയ. അവരപ്പം അത് പൂർണ്ണമായിട്ട് അതിനകത്ത് വലിയ ആൾക്കാരെ കണക്ക് ഡൗട്ട് അടിച്ചിട്ടൊന്നുമല്ല, വലിയ ആൾക്കാരെ കണക്ക് സാഹചര്യം ഉണ്ടോ മുഖാന്തരം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവര് പറയുന്നത്. അവര് പറയുന്നത് യേശുവപ്പക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് യേശുവപ്പയ്ക്ക് അറിയാം, യേശുവപ്പക്ക് ഇത്. ഞാൻ എപ്പോഴും പറഞ്ഞ കഥയാണ്. ഒരു കൊച്ച് ഒരു ദിവസം ഭക്ഷണം ഇല്ലാഞ്ഞപ്പോ അമ്മ പറഞ്ഞു പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശുപ്പയുടെ പ്രാർത്ഥന പോയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് ആളെ തിരിച്ചു വന്നു. യേശുവിനെ പ്രാർത്ഥിച്ച പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ യേശുപ്പ എന്ന് പൊട്ടൻ ചോദിച്ചു.
കൊച്ചയുടെ പേർക്ക് പൊറോട്ട ബീഫ് വേണമെന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇച്ചിരി കഴിയുമ്പോ അത് ലഭിക്കുകയും ചെയ്തു. കാരണം അതാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം. ഹാലേലൂയ. കാരണം ആമേൻ, കുഞ്ഞുങ്ങൾ എന്താ ആഗ്രഹിച്ചാലും ഹാലേലൂയ, എന്ത് ചോദിച്ചാലും ദൈവം അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കുന്ന കാര്യം. അവരുടെ പ്രാർത്ഥന അതുപോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ആമേ, അവർ ഒരു ഡൗട്ട് വെച്ചിട്ടല്ല നമ്മളാണ് പ്രാർത്ഥന, കിട്ടുമോ കിട്ടത്തില്ലയോ, വരുമോ വരത്തില്ല. കാരണം എന്താ, സാഹചര്യങ്ങൾക്ക് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും വരാനായിട്ട് യാതൊരു വഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതിന് അതില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹാലെ, പക്ഷെ അതങ്ങനെ ചിന്തിക്കാതെ വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ഹാലെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കും. ഹാലെ ലൂയ. ആമേൻ, സ്തോത്രയുടെ. എന്തുകൊണ്ടാ പറഞ്ഞ, ആ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽക്കുക, അവനിൽ തന്നെ അവൻ അത് നിർവഹിക്കുക. ഞാൻ എല്ലാ വാക്കിലും വായിക്കുന്നില്ല, എല്ലാ വാക്യം നമ്മൾ വായിച്ചു കേൾപ്പിച്ചതാ. ഹാലലുയ. അടുത്ത ആമേ 9-ാം വാക്യം പറയുന്നു, ദുഷ്പ്രവർത്തിക്കാൽ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. ഹാലെ പറഞ്ഞ കണക്ക് അവരുടെ ജീവിതം വെറും നൈമിഷികമാണ്. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കുക എന്ന് പറഞ്ഞു. ഹാലേ ലൂയ. ആമീൻ. അത് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഹാല, മറ്റുള്ളവരൊക്കെ ദുഷ്ടന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മുളച്ചു വരും, പിന്നെ കാണത്തില്ല. അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ അവർക്ക് കിട്ടുന്ന ആയുഷ്കാലം മാത്രമേ അവർക്കൊരു ജീവിതമുള്ളൂ. ഹാലില് പിന്നെ നിലവിളിയും മുറവിളിയും ഒക്കെ എന്ന് പറയുന്നുണ്ട്, പാതാളത്തിലായിരിക്കും അവര്. ഹാലില് ഇവിടെ പക്ഷേ യഹോവയെ പ്രത്യാശിക്കുന്ന ഒരു ഭൂമി അവകാശമാക്കും. ഹാലില്. അടുത്തത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല. ഹാലേലിയ. ദാവീദിന്റെ വെളിപ്പാട്. ഹാലേലിയ. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹാലെ പല സ്ഥലത്ത് ഹാലെ നിത്യതയെ കുറിച്ചും യേശു കർത്താവിന്റെ എന്താ പറയാ ക്രൂശുമരണത്തെ കുറിച്ചും പുനരുദ്ധാരണത്തെ കുറിച്ചും ഹാലെ നിത്യമായ ആത്മാവിനെ കുറിച്ച്, അന്ന് നിത്യ ആത്മാവ് ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും അതിനെക്കുറിച്ച് എല്ലാം പ്രത്യാശിച്ചുകൊണ്ട് നിത്യ ജീവനെ കുറിച്ചുള്ള വെളിപ്പാടിലൊക്കെ ഹാലെ ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ അത്രത്തോളം വെളിപ്പാട് പ്രാപിക്കണമെങ്കിൽ തന്നെ ഹാലേലി അതൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. ഹാലേലി. അടുത്ത ദുഷ്ടൻ നിന്നിട നമ്മൾ നോക്കും. ഹാല, പിന്നെ ഇവിടെ കാണത്തില്ല. ഒരു പാട്ടിനകത്ത് മാത്രമേ ഞാൻ ഈ വരി കണ്ടിട്ടുള്ളൂ. ഹാലയിൽ സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഹാല അവര് നിൽക്കുന്ന ഇടമൊക്കെ നമ്മൾ നോക്കും, പിന്നെ അവനെ കാണത്ത് പോലും ഇല്ല. ഹാലയിൽ അവന് ഹാലേലിയ അവന്റെ ആയുസ് ഒക്കെ ഇത്ര തന്നെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കോ കഷ്ടമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ആ മെക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അപ്പുറത്ത് കാണുന്ന വലിയ മതിച്ച് പുളച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ ഒട്ടും സങ്കടം വേണ്ട. അവരുടെ സ്ഥലം എവിടെയാണെന്ന് ധനവാന്റെ ലാസറസിന്റെയും കഥ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഹാല്. അതുകൊണ്ട് പക്ഷെ നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ നിസാര കഷ്ടം, ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ നമുക്ക് പറ്റും. ഹാലേലിയ. പൗലോസ് നൊടി നേരം എന്ന് പറഞ്ഞേക്കും. കാരണം ഇച്ചിരി സമയമുള്ളിത്, പക്ഷെ നീണ്ടു കിടക്കുക ഇനി ജീവിക്കാനുള്ള സ്ഥലം. ഹാലേലിയ. അത് പലരും മനസ്സിലാക്കുന്നില്ല. ഹാലെ ആ നീണ്ട നിത്യമായ ഒരു ജീവിതം ഹാലില് നല്ലത് മുമ്പിൽ ഇരിക്കുമ്പം ഈ നൊടി നേരം ഇച്ചിരി കഷ്ടം സഹിക്കും പലർക്കും വയ്യ എന്ന് പറയുന്നത്. ഹാലയില് ആ കഷ്ടം സഹിക്കാനായിട്ട് അല്ലെ ഏൽപ്പിച്ചു കൊടുത്ത ഇവിടുത്തെ ആയുസിനെ കുറിച്ച് 70 ഏറിയ 80 അല്ലെ പൊട്ട 100 അത്രയും വയസ്സേ എല്ലാവർക്കും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ മറ്റേത് എത്രയാ, യുഗായുഗങ്ങളോളം ഹാലേലിയ ദൈവത്തോട് കൂടെ വസിക്കാനുള്ള ഹാലേലിയ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടായി നൊടി നേരത്തേക്കുള്ള സന്തോഷത്തിന്റെ കുറെ ആൾക്കാർ പോകുന്നത്. ഹാലേലൂയ. ആമേൻ, സ്തോത്ര. ഹാലേലിയ. അടുത്ത, ദുഷ്ടൻ നീതിമാനും ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. അപ്പൊ ദുഷ്ടന്റെ എപ്പോഴും ദുഷ്ടന്റെ വിചാരം എന്താ, നീതിമാൻ എങ്ങനെ ദോഷം വരും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഹാലേലിയ. നമ്മൾ ഞാൻ പറയാ അവരെ പോലെയൊക്കെ ഭൂമിയിലുള്ള ആരോടും ആർക്കൊരു പകയില്ല. പക്ഷേല് നമ്മൾ നീതിമാൻ ആണോ അല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ, നമ്മളോട് ആരോടും ഇല്ലാത്തൊരു പകയാണ്. എപ്പോഴും നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാം, എങ്ങനെ ദുഷിക്കാം, എങ്ങനെ നമുക്ക് ദോഷം ചെയ്യാം, ഇതാണ് അവരുടെ ചിന്തകൾ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളേക്ക് മനുഷ്യർ എന്തിനാ നമ്മളോട് ഇങ്ങനെ പോരാടും? നമ്മൾ പലപ്പോഴും ചോദിക്കുക, ഞാൻ ചോദിച്ചിട്ട് ഒത്തിരി പ്രാവശ്യം, ദൈവം എന്താ അവർക്ക് എന്നോട് ഇത്ര വിരോധം, അല്ല അവരെന്തിനാണ്? അപ്പൊ ദൈവം പറയുന്ന കാര്യം വെച്ചാൽ അവർക്ക് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ പലപ്പോഴും അറിയില്ല, പക്ഷെ അവർ ഇരിക്കുന്നവന് അറിയാം. ഹാലേലിയ. സ്പിരിറ്റിന് അറിയാം. നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, നമ്മളെ കാണാൻ മോഹമൊക്കെ അങ്ങ് വീർക്കും. നമ്മൾ അവരെ ആദ്യമായിട്ട് കാണുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അതൊരു കുഴപ്പമുണ്ട്, അല്ല നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഇറിറ്റേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ആ സാധനത്തിന് അറിയുക നമ്മളിൽ എന്താണുള്ളത്, നമ്മൾ ആരാണ്.
ചില ഭവനത്തിലേക്ക് കടന്ന് ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ ചില ആൾക്കാർക്ക് നമ്മളെ കാണാൻ വലിയ ദേഷ്യമാണ്. ഹാലേലിയ. കാണുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ദുരാത്മാവ് വധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വഴി കൂടെ പോകുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ ഹാലേലിയ കാണുമ്പോൾ വലിയൊരു ദേഷ്യപ്പെട്ട് തുറിച്ചൊക്കെ നോക്കുന്ന കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവരെ അറിയത്തില്ല, അവർക്ക് നമ്മളെ അറിയത്തില്ലെങ്കിലും അവരിരിക്കുന്ന സാധനത്ത് നമ്മളിരിക്കുന്ന മോനെ അറിയണം. അല്ല, ഇതാ പ്രശ്നം. അല്ല, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഹാലേലിയ ആരോടും ഇല്ലാത്തൊരു പോരാട്ടം നമ്മളോടുണ്ടാവും. എങ്ങനെ നമുക്ക് ഇട്ട് എന്തെങ്കിലും രണ്ട് വാക്കുകൊണ്ടെങ്കിലും എങ്ങനെ നമ്മളെ ഒന്ന് ചവിട്ടി ഇരുത്താമെന്ന് അവർ ചോദിച്ചു നിൽക്കുന്നത്. കാരണം വെച്ചാൽ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണമാണ് ഈ വചനത്തിൽ പറഞ്ഞത്. ഹാലേലിയ. ദുഷ്ടൻ നീതിമാന ദോഷം നിരൂപിക്കും, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. ഹാലേലിയ. അപ്പൊ നമ്മളെ കാണുമ്പോൾ ചിലർ പല്ല് കടിക്കുന്നെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളെ നീതിമാന്മാരാന്ന് ഓർത്താൽ മതി. ഹാലേലിയ. അതുകൊണ്ടാണ് ഹാലേലിയ അവിടെ ഹാലേലിയ അവര് അങ്ങനെ നമ്മളോട് പെരുമാറുന്ന. ഹാലേലിയ. ആമീൻ. ഹാലേലിയ. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ 16 വാക്യം നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അപ്പൊ ദുഷ്ടന്മാർക്ക് ഭയങ്കര സമൃദ്ധിയൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ കാറും വലിയ വീടും വലിയ ഹാലേലിയ ആമയും 7 കോഴ്സ് ഡിന്നറും ഒക്കെ ആയിരിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ നോക്കണം, നമുക്കുള്ള അല്പം അത് മതി എന്നതേ, അതാണ് നല്ലതെന്ന് പറയുന്നത്. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഹാലേലിയ. അവര് 7 കോഴ്സ് ഡിന്നറൊക്കെ കഴിക്കാൻ നമ്മൾ കഞ്ഞി ആയിരിക്കും കൂടെ, പക്ഷെ അതാണേലും മതി. ഹാലെ നമ്മള് നീതിമാൻ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇതിലൊന്നും കൊണ്ട് നമുക്ക് ഹാലേലിയ. എന്നാൽ ഹാലേലിയ അവിടുത്തെ ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. ആമേൻ. സ്തോത്രം. നമുക്ക് ഹാലേലിയ ഒരു വിഷമം വന്നാൽ നമ്മളെ താങ്ങുന്ന ലോകത്തിന്റെ ആരുടെയും കരമല്ല, നമ്മുടെ സർവശക്തനായ ദൈവം തന്നെ നമ്മളെ താങ്ങും. ഹാലേലിയ. നമ്മളെ നടത്തും. ഞാൻ എപ്പോഴും പറയും, പകുതി വഴി വിട്ടിട്ട് പോകത്തില്ല. ഞാൻ കണ്ട ദർശനം തന്നെ നടന്ന് എൻ്റെ കാലൊക്കെ മുറിഞ്ഞ് ഞാൻ വീഴുവത് തോന്നുമ്പോൾ ഹാലേലിയ എന്നെ പിടിച്ച് നടത്തുന്നൊരു ഹാലേലിയ വ്യക്തി. ഹാലേലിയ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ വീണ് പോകും, പക്ഷെ വീഴാനായിട്ട് ദൈവം സമ്മതിക്കും. വീണെടുത്ത് ദൈവം വലിച്ചെഴുന്നേൽപ്പിക്കുകയല്ല, വീഴുന്നതിന് മുമ്പേ നമ്മളെ താങ്ങുന്ന കരവാ ദൈവത്തിന്റെ കര. ഹാലേലിയ. ലോകം എങ്ങനെയാ വെച്ചാൽ നമ്മൾ വീണ് കഴിയുമ്പോൾ എന്റെ ചവിട്ടോടെ സന്ദേശമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും വന്ന് കൈ പിടിക്കുന്ന എഴുന്നേൽപ്പിക്കാൻ. പക്ഷേ ദൈവത്തിന്റെ കരം അങ്ങനെയല്ല. നമ്മൾ വീഴാൻ തുടങ്ങുന്നതിന് മുമ്പ് വീഴുന്നതിന് മുമ്പേ നമ്മളെ താങ്ങുന്ന കരം ആ കരം. ഹല്ലേലൂയ. അടുത്ത യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളിൽ അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. നമുക്കുള്ളൊരു അവകാശം എന്താ? അത് ശാശ്വതമായ അവകാശമാണ്. കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് ഒന്നുമുള്ളതല്ല. നിലനിൽക്കുന്ന അവകാശമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ഹാലേലൂയ. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചുപോയി, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പന ഭംഗി പോലെയുള്ള അവർ ക്ഷയിച്ചു പോകും. ഹാലേലിയ. അടുത്ത പറയുന്ന ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുക. നീതിമാനോ കൃപാലുമായി ദാനം ചെയ്തു. അപ്പൊ നീതിമാൻ വായ്പയല്ല കൊടുക്കുന്നത്. നീതിമാൻ എപ്പോഴും ദാനം ചെയ്യുന്നത്, കൃപാലുമായി ദാനം ചെയ്യുന്ന വെച്ചാൽ തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ല നീതിമാന്മാർ പലപ്പോഴും കൊടുക്കുന്നത്. ഹാലേലൂയ. ദുഷ്ടന്മാരാണെങ്കിൽ വായ്പ കൊടുക്കുന്നു. ഹാലേലിയ. വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ പക്ഷേ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഹാലേലിയ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി അല്ല പലപ്പോഴും കൊടുക്കേണ്ടത്. നീതിമാന കൃപാലുമായി ദാനം ചെയ്യുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയെ കൈവശമാക്കുക, അവനാൽ ശവിക്കപ്പെട്ട എന്ത് അവനാൽ അനുഗ്രഹിച്ച ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ച് പറയും, ദൈവത്താൽ ശവിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. ഹാലേലൂയ. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഭൂമിയുള്ള ആരും ആയിരിക്കില്ല. നമ്മളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവരായി. കാരണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഭൂമി അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. ഹാലില്ല. അടുത്ത 23-ാം വാക്യം ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നി, യഹോവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിച്ചാകില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണിയിലായിരിക്കുന്നു, അവന്റെ സ്വന്തം ആഹാരം ഇരക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതിനൊക്കെ കാണേണ്ട ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. ആദ്യം നമ്മൾ വായിച്ചാൽ നമ്മുടെ വഴി യഹോവയെ തന്നെ പരമേൽപ്പിക്കണം. യഹോവയെ തന്നെ പരമേൽപ്പിച്ചാൽ നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദം വരും. കാരണം
നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. ഹാലേലിയ. ആമേൻ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവം വിളിച്ചപ്പോൾ ആമേൻ അബ്രഹാമിനെ ദൈവം തന്റെ സ്നേഹിതനെന്ന് വിളിച്ചു. ഹാലേലിയ. കാരണം ഹാലേലിയ ഇവരൊക്കെ അവരുടെ വഴി, എല്ലാവരുടെയും വഴി ദൈവത്തിന് പ്രസാദമുള്ള വഴിയായിരുന്നു. അല്ലെ, അവരെല്ലാം അവരുടെ വഴിയെ എപ്പോഴും ദൈവത്തിൽ തന്നെ പരമേൽപ്പിച്ചിട്ട് മുമ്പോട്ട് പോകണം. അപ്പൊ ദൈവത്തിൽ തന്നെ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള വഴി, നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദം തോന്നിക്കും. പിന്നെ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കും. ഹല്ലേലൂയ. നമുക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ദൈവം അങ്ങ് പൂർണ്ണ കൺട്രോൾ ഏറ്റെടുക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ കാര്യത്തിൽ അവിടെ പറയുന്നത് എന്താ? അവൻ യഹോവ ഗമനം സ്ഥിരം, അവൻ വീണാലും നിലം പരിചാകുക. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ് വീഴാതെ താങ്ങും. ഇപ്പൊ ഒന്ന് അതോ അത് വീണെന്നിരുന്നോട്ടെ, അല്ല ഇടയ്ക്കൊക്കെ ദുഷ്ടനൊന്നും തള്ളി നമ്മൾ താഴെ വീണു പോയാൽ പോലും അവിടെ നശിപ്പിച്ച് കളയാൻ, നിലംപരിചാക്കി കളയാൻ പറ്റത്തില്ല. കാരണം എന്താ, യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. ഹാലേലൂയ. അവിടെ വീണ് കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യനല്ല, ദൈവം തന്നെ നമ്മളെ കൈ പിടിച്ച് താങ്ങുന്നു, എഴുന്നേൽപ്പിക്കുന്നു. ഹാലേലൂയ. ആമീൻ. അടുത്ത 29 വാക്യം, നീതിമാൻ ഭൂമി അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. വീണ്ടും എടുത്തിവിടെ പറഞ്ഞു ഭൂമി അവകാശമാക്കുന്നു. ഹാലേലൂയ. കാരണം നമ്മളിപ്പോ ഭൂമിയിലായിരിക്കുന്നു. പക്ഷെ ഈ ഭൂമി അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഒരിക്കൽ രാജാവായി ദൈവം ഭരണം ചെയ്യാൻ ഈ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വരും. ഹാലേലൂയ. അപ്പൊ ഈ ഭൂമി നീതിമാന്മാർക്കുള്ളത്, അത് എന്നേക്ക് അവകാശമായിട്ടുള്ളത്. ഹാലേലൂയ. ആമേൻ. സ്വത്രി ഭൂമിയെ സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് സ്വർഗം ഭൂമിയിലേക്ക് ഇറക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം. ഹാലേ. അപ്പൊ ഈ സ്വർഗം നമ്മുടെ ഭൂമിയിലേക്ക്, അപ്പൊ ഈ ഭൂമി നീതിമാന്മാർക്ക് എന്നേക്ക് ശാശ്വത അവകാശമാക്കി കൊടുക്കും. ഇത് തന്നെ ഒരു സ്വർഗമാക്കി ദൈവം എന്നേക്ക് ശാശ്വതമൊരു അവകാശമാക്കി നീതിമാന്മാർക്ക് നൽകപ്പെടും. ഹാലേലൂയ. അന്നേരം ഇവിടെ ദുഷ്ടന്മാരാരും കാണത്തില്ല കേട്ടോ. കാരണം അന്ന് അവിടെ ഹാലയിലെ നമുക്ക് ഈ വരുന്ന കഷ്ടതയോ ബുദ്ധിമുട്ടോ പ്രയാസോ സങ്കടമോ കരച്ചിലോ ഹാലയില് ഒന്നുമില്ലാതെ കർത്താവ് യേശുക്രിസ്തു രാജാവായി ഭരണം ചെയ്യുമ്പോൾ ഹാലേലിയ അമ്മയുടെ സന്തോഷവും ഉല്ലാസവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഹാലേലിയ. നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നത്, അവന്റെ ന്യായം സംസാരിക്കുന്നത്. ഹാലേലിയ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്. ഹാലേലിയ. കാരണം അതുകൊണ്ടാണ് നമ്മൾ പലരും മാറ്റി നിർത്തുക. കാരണം നമ്മൾ നീതികേടിന് കൂട്ടു നിൽക്കത്തില്ല. അല്ലേ സാറമ്മ സിസ്റ്റർ? അങ്ങനെയല്ലേ? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളില് ഹാലേലിയ എത്ര പൈസ ഉള്ളവന്റെ പക്ഷത്തല്ല നമ്മൾ നിൽക്കുന്നത്, നമുക്ക് വല്ല ബെനിഫിറ്റ് ഉള്ളവന്റെ പക്ഷത്തല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മളെപ്പോഴും നിൽക്കുന്ന നീതിയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കത്തുള്ളൂ. നമ്മളെപ്പോഴും ന്യായമാണ് പറയുന്നത്. അന്യായമായിട്ട് നമ്മൾ കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് പലപ്പോഴും പലർക്കും നമ്മളോട് ശത്രുത്വമാണ്, പക്ഷം ചേർന്ന് എന്ന് സംസാരിക്കാത്തത് കൊണ്ട്. അവര് ചെയ്യുന്നതെല്ലാം ശരിയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത്. ഒരിക്കലും അങ്ങനെ എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്യുന്നത് തെറ്റാണ് തന്നെ മുഖത്ത് നോക്കി പറയണം. ഹാലേലിയ. കാരണം നീതികേട് സംസാരിക്കാൻ, അന്യായത്തിന് കൂട്ടു നിൽക്കുവാൻ അല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹാലേലിയ. നീതി സംസാരിക്കുക, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ. അതിപ്പോ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാകട്ടെ, എത്ര വലിയ അടുപ്പമുള്ളവരാകട്ടെ, എത്ര നമ്മളെ സഹായിക്കുന്നവരാകട്ടെ, എന്താണെങ്കിലും തെറ്റ് തെറ്റാണ് എന്ന് തന്നെ പറയണം. ഹാലേലിയ. നീതികേടിന് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. ഹാലേലൂയ. നമ്മുടെ നാവ് എപ്പോഴും ന്യായം സംസാരിക്കാൻ വേണ്ടി മാത്രം അയക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തരം ദുഷ്ടൻ തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവൻ നീതികേടിന് കൂട്ടു നിൽക്കാത്തത്. ന്യായപ്രമാണം ഹൃദയത്തിലുള്ളവർ ഒരിക്കലും അന്യായം സംസാരിക്കാൻ പറ്റത്തില്ല, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്ത അവന്റെ കാലിൽ വഴുന്നില്ല, ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു, യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. ദുഷ്ടൻ പതിയിരുന്ന് നമ്മളെ കൊല്ലുവാനൊക്കെ നോക്കും, പക്ഷെ യഹോവ ഒരിക്കലും ദുഷ്ടന്റെ കയ്യിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. ഒരു ദുഷ്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു തകർച്ച, ഒരു മരണം ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവം അവന് നമ്മളെ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ദൈവം നമ്മളെ മുറുകെ പിടിച്ചുണ്ട്. അടുത്ത പറയുന്ന യഹോവയ്ക്ക് പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കും, എന്നാൽ ഭൂമി അവകാശമൊക്കെ അവൻ നിന്നെ ഉയർത്തും. അപ്പൊ നമ്മുടെ പ്രത്യാശ മനുഷ്യരിലൊന്നും ആകരുത്, നമ്മുടെ ജോലിയിലാകരുത്, നമ്മുടെ സമ്പത്തിലാകരുത്. ഹാലേലിയ. നമ്മൾ ദൈവത്തെ തന്നെ പ്രത്യാശ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഹാലേലിയ എന്താ പറയുക, എന്നാൽ ഭൂമിയെ അവകാശമാക്ക അവൻ നിന്നെ ഉയർത്തും. ഹാലിയ. അപ്പം ഭൂമിയെ അവകാശമാക്കണമെങ്കിൽ ഒരു ഉയർപ്പ് വേണം കേട്ടോ നമുക്ക്. ഹാലേലിയ. നിത്യമായ ഭൂമി അവകാശം എന്താ? കാഹളം കേൾക്കുമ്പോൾ പൊങ്ങണ വിടുന്നത്. ഹാലേലിയ. നമ്മളെ ദൈവം, അത് ആരും നമ്മളെ സഹായിക്കും? ദൈവം തന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ ഇവിടെ നിർത്താൻ. അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ മുകളിലോട്ട് പോവോ?
ഇല്ല. പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ നിത്യതയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ മുദ്രയിട്ടത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്തമുള്ള പരിശുദ്ധാത്മ നമ്മളെ അതിനെ സഹായിച്ച് നമ്മൾ അതിന്റെ ജീവിത രീതിയിൽ ക്രമപ്പെടുത്തി എല്ലാം ദൈവം സഹായിച്ച് നിത്യതയോടെ എത്തിക്കാന്നുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനുള്ളതാണ്. നമ്മളെല്ലാം അവിടുന്ന് ആ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശുദ്ധാത്മ സഹായം. എന്നാൽ മാത്രമേ നമുക്ക് ഭൂമി അവകാശമാക്കാം. ഭൂമി അവകാശമാക്കുക എന്നുള്ളത് നമ്മളെക്കാട്ടി കൂടുതൽ ആരുടെ അജണ്ടയാന്ന് വെച്ചാൽ ദൈവത്തിന്റെ അജണ്ടയാണ്. ദൈവത്തിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ദൈവം നമ്മളോട് ദൈവം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളൊക്കെ ദൈവം വീണ്ടും നമ്മളെ പരിഹരിപ്പിച്ചാണെങ്കിൽ നമുക്ക് ബോധം വരുത്തിയാണെങ്കിൽ ദൈവം വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വഴിയിലൂടെ നടത്താൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം. അത് നീതിമാൻ ആണെങ്കിൽ നമ്മൾ വീണ്ടും നീതിമാനാക്കി തന്നെ ജീവിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കും. പക്ഷേ അഴുക്കാടുന്ന അല്ലെങ്കിൽ മ്ലേച്ഛത ചെയ്തവരാണെങ്കിൽ ദൈവം വിട്ടുകൊടുക്കും, പോയിട്ട് വരാൻ പറയും. ലൂയ. കാരണം അവിടെ പോയിട്ട് വഴി കയറി നിന്ന് സ്റ്റോപ്പ് ചെയ്യോ? ഒന്നുമില്ല. ചോയ്സ് നമ്മുടെ എപ്പോഴും. നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം, ആരും അറിയത്തില്ല. പക്ഷെ ദൈവം സകലതും അറിയുന്നു. ഇത്ര മാത്രം ഓർത്താൽ മതി. ആര് വേണേലും നമുക്ക് കണ്ണ് മറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കള്ളത്തരമൊക്കെ ചെയ്യുന്നവർ എത്രയോ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. കാരണം ആരും കാണുന്നില്ലെന്ന് അവരുടെ വിചാരം. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമുണ്ടു എന്ന് മനസ്സിലാക്കി ഓർത്താൽ മതി. ലൂയ. അത് വായിച്ചു ഞാൻ ലാസ്റ്റ് വാക്യത്തിലേക്ക് പോവാം. 39 വാക്യം. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കുന്നുണ്ട്. അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു രക്ഷിക്കുന്നു. അപ്പം നീതിമാന്മാരുടെ രക്ഷ എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എനിക്ക് ഇവിടെ നിന്ന് വരുമെന്ന് വെച്ചാൽ എന്റെ ആകാശവും ഭൂമി യഹോവയിൽ നിന്ന് വരുന്നു. ഇവിടെ പറയുന്നത് നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ രക്ഷയാണെങ്കിലും നമുക്ക് നമ്മുടെ സഹായമാണെങ്കിലും നമുക്ക് എന്ത് വരണമെങ്കിലും എവിടെ നിന്ന് വരുന്ന വെച്ചാൽ യഹോവെങ്കിൽ. നമുക്കൊരു സൗഖ്യം വേണം. ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ സൗഖ്യം തന്നതല്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാലും നമ്മളൊരു മരുന്ന് വാങ്ങിച്ചാലും അത് എഫക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് വരുന്ന എവിടെ നിന്ന് വെച്ചാൽ സൗഖ്യം നമ്മുടെ ദൈവം തരുന്നതെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും ലോകക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡോക്ടറെ കണ്ടതുകൊണ്ട് എനിക്ക് സൗഖ്യമായി, ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് എനിക്ക് സൗഖ്യമായി, ഇന്ന ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് എനിക്ക് സൗഖ്യമായി എന്നാ പറയുന്നത്. നമ്മളാണ് എന്ത് പറയും? ദൈവം നമ്മളെ വിടുവിച്ചു. ദൈവത്തിന്റെ രക്ഷ. അപ്പൊ നമുക്ക് അതുപോലൊരു നന്മ വന്നാൽ അയ്യോ ഇന്ന വ്യക്തി എനിക്ക് ഇത്ര എന്നെ സഹായിച്ച് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ വ്യക്തിയുടെ ഹൃദയം നമുക്ക് അനുകൂലമാക്കി ദൈവത്തെ അവരങ്ങ് മറന്നു. അവർക്ക് പിന്നെ കടപ്പാട് മുഴുവൻ വ്യക്തിയോടാണ്. വ്യക്തിയോട് കടപ്പാട് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ, സ്നേഹം വേണ്ടെന്ന്. പക്ഷേങ്കില് അത് ദൈവം ഇടപെടാതെ ആരും നമുക്കൊന്നും ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ സഹായം നമുക്കുള്ള എല്ലാ സകലതും വരുന്ന ഇവിടെ നമ്മുടെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ ബോധ്യം നമുക്ക് ഉണ്ടാകണം. കഷ്ടകാലത്ത് അവൻ അവരെ ദുർഗമാകുന്നത്. കഷ്ടകാലം വരുമ്പോ സാധാരണ ലോകക്കാരെല്ലാം തള്ളിക്കളയത്. അവരാരും കണ്ടാൽ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല, നമ്മൾ വിളിച്ചാലിട്ട് ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കാണുന്ന പോലും അവർക്ക് സന്തോഷമല്ല. അവർക്ക് അതേ സമയത്ത് അവർക്ക് വിഷമവും സങ്കടവുമാണ്, അല്ലെങ്കിൽ വെറുപ്പുമാണ്. അങ്ങനെയുള്ള. പക്ഷേ കഷ്ടകാലത്ത് നമ്മുടെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് പറഞ്ഞേക്കുന്നു. ദൈവം നമ്മളെ വിട്ടുകളയത്തില്ല. ദൈവം നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മറച്ചു വെച്ച് കൊണ്ടു നടക്കും. കഷ്ടതയാ എന്റെ കുഞ്ഞിപ്പോ ആരും കാണണ്ട എന്ന് വിചാരിച്ച് നമ്മളെ എന്നേക്കും കുഴിയിലേക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ മറച്ചൊക്കെ വെച്ച് കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം നമ്മളെ പാറമേൽ കൊണ്ട് നിർത്തുന്നൊരു ദിവസം ഉണ്ടാകും. അപ്പൊ നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ. നമ്മളെ അവൻ മറയ്ക്കും. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കും. എന്നിട്ട് നമ്മളെ എങ്ങനെ വിടുവിക്കുന്നേ? സഹായിച്ച് വിടുവിക്കുന്നു. അപ്പൊ നമ്മുടെ സഹായം എപ്പോഴും ദൈവത്തിൽ നിന്നാ വരുന്നത്. ദൈവം നമ്മുടെ നല്ല കാലത്ത് സഹായിക്കും ദൈവം, നല്ല കഷ്ടതയിൽ നമ്മളെ നമുക്ക് ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്ന് പറയുന്ന കണക്ക് നമുക്ക് നമ്മുടെ ബലമാകും, നമ്മുടെ കോട്ടയാകുന്നു, നമ്മുടെ പരിചയമാകുന്നു. എന്തൊക്കെ നമുക്ക് ആകണമോ ദൈവം അതൊക്കെ നമുക്ക്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോ അബ്രഹാമിനോട് പറഞ്ഞ നിനക്ക് പ്രതിഫലം മറ്റൊന്നുമല്ല, ലോകത്തിൽ ഒരു പ്രതിഫലമല്ല, നിന്റെ പ്രതിഫലം ഞാനാ. അപ്പൊ ദൈവം നമ്മുടെ പ്രതിഫലമാന്ന് പറഞ്ഞാൽ ആലോചിച്ചേക്ക സിസ്റ്ററെ. ദൈവത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക്
ദൈവം നമ്മുടെ പ്രതിഫലം വന്ന് പറഞ്ഞാല്. ഹാലേലിയ. സാറാമിസ്റ്ററെ മിനിസിസ്റ്ററെ വിഷമിക്കേണ്ട കേട്ടോ. മിനിസിസ്റ്റർ കാര്യം ഞാൻ ഈ കംപ്ലീറ്റ് ഏറ്റെടുത്ത് വെച്ചാൽ അങ്ങനെ പറഞ്ഞ സാറാമിസ്റ്റർ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ ഹാലേലിയ അവൻ ഉപയോഗിച്ചാണെങ്കിലും സാറാമിസ്റ്റർ അതങ്ങനെ ചെയ്യും. അതാണ് നമ്മളിപ്പോ ഞാൻ പറയും നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് പറയാ, ദുബായിൽ ഷെയ്ഖ് മുഹമ്മദ് പറയാ, മിനി ഇനി നീ നിന്റെ കാര്യമൊന്നും നീ വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ നോക്കിക്കോളാം അങ്ങനെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിക്കുമോ? ഇല്ല. കാരണം എന്താ വെച്ചാ ആ പറഞ്ഞ വ്യക്തി ആരാന്ന് നമുക്ക് ബോധമുണ്ട്. കാലയിൽ അങ്ങനെ അവർക്ക് എന്തുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അവരൊരു കാര്യം പറഞ്ഞ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്കറിയാം. ഒരു വാക്കിൽ നമ്മൾ ബലപ്പെടും. അതിനെക്കാട്ടി ഈ ഒരു രാജ്യത്തിന്റെ ഒരു എമിറേറ്റ്സിന്റെ ഒരു സ്ഥലത്തിന്റെ ഭരണാധികാരി പറയുമ്പോൾ നമുക്ക് വിലപ്പെടാൻ പറ്റുകയും ചെയ്യും. അഖിലാണ്ടത്ത് ഉടനെ ദൈവം പറയാ, ഞാൻ നിന്റെ പ്രതിഫലം പൂജ, നീ വിഷമിക്കേണ്ട, നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പോലെ ഭയം വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം പറഞ്ഞവൻ ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ മതി. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരെ വിടുവിച്ച് രക്ഷിക്കും. അപ്പൊ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദുഷ്ടന്റെ അവരിന്നെല്ലാം നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ദൈവത്തിൽ തന്നെ, നമ്മൾ യഹോവയിൽ തന്നെ നമ്മളെ പരമേൽപ്പിക്കുക, അവനെ ന്യായപ്രമാണത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. നമ്മുടെ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല, വീണ് നിലംപരിചായി പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. നമ്മളെ താങ്ങുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന, എങ്ങനെ നടത്തുന്നു? ജയത്തോടു കൂടി നടത്തുന്ന ഇതൊന്നുമല്ലാതെ നമുക്ക് മറ്റൊരു അവകാശം നമുക്ക് ഭൂമി ശാശ്വതമായി നമുക്ക് അവകാശമായി തരുന്ന ഒരു നിത്യ ജീവൻ നമുക്ക് നൽകുന്ന ദൈവത്തെ. അപ്പൊ നമുക്ക് ആ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കാം, അവനെ തന്നെ നമുക്ക് രസിക്കാം. അവന്റെ ന്യായപ്രമാണത്തിൽ രസിച്ചു കൊള്ളുക. ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടുമാറി നടക്കുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓരോ ദിവസം അനുസരിച്ച് മുൻപോട്ട് പോകുന്നവരായിട്ട് മാറാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.